ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ബെഡിൽ നിന്നാണ് കേട്ടോ. എണീറ്റപ്പോൾ പീരീഡ്സും പോരാത്തതിന് ദാ ജലദോഷവും. ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുണ്ടാവില്ലേ എന്തൊക്കെയോ ഒരു അടപ്പ്. പക്ഷെ നമ്മുടെ ദിവസം വളരെ തുറന്നതാണ് കേട്ടോ. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ അടുക്കളത്തോട്ടം കാണണ്ടേ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രീയാണ് കേട്ടോ. പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കും കേട്ടോ. എന്നും രാവിലെ നല്ല ചൂടുവെള്ളത്തിൽ, നമ്മുടെ വേതും വെള്ളം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള വെള്ളത്തിലാണ് കുളിക്കുക. അപ്പോൾ നമ്മുടെ ക്രാംസ് കുറയാൻ വേണ്ടിയിട്ടും ഒന്ന് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അടിപൊളിയാണെന്നാണ് പറയുക ഈ ചൂടുവെള്ളത്തിലെ കുളി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉടുപ്പ് എടുത്തിടും, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എന്നിട്ടാണ് അടുക്കളയിൽ കയറുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു രോഗിയുടെ പോലെയാണ് ഇരിക്കുക, മൊത്തത്തിലൊരു സ്വെല്ലിംഗ് ആയിട്ടിരിക്കും. ഈ പീരീഡ്സ് വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ, അതായത് ഒരു 13 വയസ്സ് തൊട്ട് നമുക്കത് ആരംഭിക്കുമല്ലോ. പിന്നെ അത് ഓരോ 2 വർഷം കൂടുമ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ വയറുവേദന ഫീൽ ചെയ്യും, മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യും, ദേഷ്യം ഫീൽ ചെയ്യും. പിന്നെ പോകാൻ നമ്മളിത് അറിയില്ല വരുന്ന കാര്യം. പക്ഷെ എനിക്ക് ബ്ലീഡിങ് ആണ് സഹിക്കാൻ പറ്റാത്തത്. അതൊക്കെ മാറ്റി നിർത്താം നമുക്ക് നമ്മുടെ വല്ലൂരിൻ്റെ പ്രഭാതം കാണാം. പ്രഭാതം കാണാൻ പറ്റില്ലാന്നേ, കാരണം ഇവിടെ നല്ല മഞ്ഞും അതോടൊപ്പം ഇങ്ങനെ കൂറ്റിരുട്ടാണ്. അപ്പോൾ നമുക്ക് വലിയ 2 സൂര്യനെ ഓഫാക്കിയാലോ. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വലിയ 2 ബൾബ് ഇടുന്നത്. അതിനി 5 മണിയൊക്കെ ആയല്ലോ, ഒരു അരമണിക്കൂറിനുള്ളിൽ പതുക്കെ നമ്മുടെ വെളിച്ചം, നമ്മുടെ ഒറിജിനൽ സൂര്യഭഗവാൻ വന്ന് എത്തി നോക്കും. അപ്പോഴേക്കും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഈ ഒരു കുഞ്ഞു വെളിച്ചത്തിൽ തട്ടിമുട്ടി മുന്നോട്ട് പോവാം. ശ്രീകുട്ടന് ഇന്ന് ക്ലാസ്സില്ല, പക്ഷെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഞാൻ. ആ സമയത്ത് ഷൂട്ടും കാര്യങ്ങളും ഒന്നും നടക്കില്ലടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറും ഈ 3/4 മണിക്കൂറൊക്കെ കൈ പിടിച്ചിട്ടാണ് എന്തെങ്കിലും സ്നാക്കും അതുപോലെ തന്നെ ലഞ്ചും പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ ഓൾറെഡി തലേദിവസം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എത്ര നേരം ഉണ്ടാവും എന്നൊന്നും അറിയാത്ത കാരണം കൊണ്ടാണ് സ്നാക്കും അതുപോലെ തന്നെ ലഞ്ചും കൊടുത്തു വിടുന്നത്. പെട്ടെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ആ വഴിക്ക് ആളങ്ങോട്ട് കൊണ്ടുവന്നോളും. അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ, ഞാൻ എന്നും യൂണിഫോം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഒരു ദിവസം ഞാൻ സാരി എങ്ങാണ്ട് തയ്ച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കല്ലേ എന്ന് പറയാതെ ബേണായി. പിന്നെ അത് എന്നും ഏത് യൂണിഫോമോ അല്ലെങ്കിൽ ഞാൻ ഏത് വസ്ത്രം തയ്ക്കുകയാണെങ്കിലും അതുപോലെ അതിങ്ങനെ പിടിച്ചിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതുമത്തെ ഒന്ന് ചൂടാക്കിയിട്ടേ നമ്മുടെ സ്ക്രബ്ബറോട് ഒന്ന് കഴുകി കളയാന്ന്. ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് അതുമ്മ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പശയുണ്ടല്ലോ നമ്മുടെ വസ്ത്രത്തിൻ്റെ, അതായത് നമ്മുടെ തുണി ഒട്ടിപ്പിടിച്ച ആ തുണിയുടെ അവശിഷ്ടം, അത് മാറ്റി കളഞ്ഞപ്പോൾ സംഭവം സെറ്റായി. പക്ഷേ ഇതിൻ്റെ സ്പ്രേയർ ഉണ്ടല്ലോ അത് ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്നത്. യൂണിഫോമും കോട്ടൺ ഷർട്ടുകളൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ആ സ്റ്റീമറുള്ള അയൺ ബോക്സ് ആണ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുക. അത് കാരണമാണ് വേറെ ഒരെണ്ണം മേടിച്ചത്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഇതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ അവിടെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അതായത് മെയിൻ്റെനൻസ് വർക്കാണ് നടക്കുന്നത്. പണ്ടൊക്കെ റോഡ് പണി എന്ന് പറയുമ്പോഴേ ഓടി ചെന്ന് ആ പരിപാടികളൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പം ഇതൊക്കെ നോക്കി നിൽക്കാനായിട്ട് ഇഷ്ടമാണ്, പക്ഷേ സമയമില്ല. എവിടെയാ സമയം? ഈ ചേട്ടന്മാർക്ക് വെള്ളമടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ. ഭാഗ്യനും ശ്രീകുട്ടനും എന്താ പോണു. നമ്മുടെ ഈ വഴിയും കൂടിയാണ് ഇനി ബാക്കി ചെയ്ത് തീർക്കാനുള്ളത്. അത് ഇന്ന് ചെയ്ത് തീർക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയും ഗാഡിയും സംഭവങ്ങളൊക്കെ താഴത്തെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോളോ, മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചേട്ടന്മാർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ മഞ്ഞണിഞ്ഞ മരതക കാട് കാണുമാറായിട്ടോ. ഒരു ചായയൊക്കെ കുടിച്ച് പതുക്കെ നമുക്ക് നമ്മുടെ ദിവസത്തിലേക്ക് അങ്ങോട്ട് കയറിയാലോ. മണിയും 2.0യും കരിയും, അങ്ങനെയാണ് അവരുടെ പേര്. ഇവർ തമ്മിൽ ഭയങ്കര പോണ്ട. ഇതിൻ്റെ ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ടായെന്നറിയോ മണിക്ക്? ഒരെണ്ണം പോലും ജീവനോടെ കിട്ടിയില്ലാന്നേ. എല്ലാത്തിനും എങ്ങനെയെങ്കിലും ഒക്കെ ചത്തുപോകും. പക്ഷെ ഇവർ തമ്മിൽ 3 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നക്കിയും തുടച്ചൊക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. അതൊക്കെ കണ്ടോ, നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കി പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിലും മുഴുവൻ തക്കാളി തൈയാ. അപ്പൊ തക്കാളി തൈക്ക് നമുക്ക് കുറച്ച് ആട്ടും കാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിടണം. അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോഴേ നമുക്ക് പതുക്കെ നമ്മൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലാണ്. അതിന്മേൽ കുറച്ച് ഇല വന്നു, പൂ വന്നു എന്നൊക്കെ നോക്കി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കേട്ടോ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനെ നമ്മുടെ പ്രകൃതിയിലെ ആ കാഴ്ചകളൊക്കെ കണ്ടുക്കുമ്പോണ്ട് നമ്മുടെ പപ്പായ നാടാ പഴുത്ത് നോക്കണു. ഇതെനിക്ക് നമ്മുടെ ചേച്ചി തന്ന പപ്പായാണ്. ഇതാണ് നമ്മുടെ വീട്ടിൽ ആദ്യം വെച്ച പപ്പായ കേട്ടോ. അതിന് മധുരം കുറവാണ്. നമ്മൾ നട്ടിട്ടുള്ള മറ്റേ പപ്പായകൾക്കാണ് നല്ല മധുരമുള്ളത്. ഇതൊരു വട്ടൊരു കാറ്റിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതാ. വീണ്ടും 2 ശിഖരങ്ങളായിട്ട് പൊന്തി വന്നു. പക്ഷെ അത് കറി വയ്ക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, ചക്കയൊക്കെ കറി വയ്ക്കില്ലേ, ആ ഒരു ടേസ്റ്റിൽ അങ്ങോട്ട് വരും. നല്ല ടേസ്റ്റായി ഈ ഒരു സംഭവം കറി വയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഇതാക്കണ്ടോ, അതൊക്കെ നമ്മുടെ കിളികൾക്ക് കഴിക്കാൻ വേണ്ടി ഭാഗ്യം നിർത്തിയിരിക്കുന്നതാ. പിന്നെ ഈ തുളസിമത്തെ ഈ പൂക്കളൊക്കെ പൊട്ടിച്ച് കളഞ്ഞാലേ തുളസി നല്ല രീതിയിൽ ഇങ്ങനെ തഴച്ച് വരും. നമ്മുടെ വീട്ടിൽ തുളസി മസ്റ്റാണ് കേട്ടോ. ഭാഗ്യന് ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കും തലവേദന വരുമ്പോൾ. ഉറക്കമൊന്നും ശരിയാവാത്ത കാരണം കൊണ്ട് എനിക്കും ഭാഗ്യന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പോൾ നമ്മൾ കുറച്ച് വിക്സും അതൊന്നും
ഇതൊന്നും ഇടാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ നമ്മൾക്ക് ഇത് ഇട്ടിട്ട് ആവി പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തലവേദന മാറും. അതിലൊരു കൂട്ടാണ് നമ്മുടെ തുളസി ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ തുളസി എപ്പോഴും പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഈ വഴുതനങ്ങ തേരുള്ളിലൊക്കെ നമുക്ക് വളം ഇടുക എന്നുള്ളതാണ്. എന്നെ സഹായിക്കാനായിട്ട് ശാന്തമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് ഇന്നാണ് വരാന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശാന്തമ്മ വരുന്നവരെ ഞാൻ ഇവിടുത്തെ അൽത്തുപോലത്തെ പരിപാടികളൊക്കെ ചെയ്ത് ശാന്തമ്മ വന്നതിന് ശേഷം ആളെ കുറച്ച് പണികൾ ഏൽപ്പിച്ചിട്ട് അടുക്കളയിൽ കയറാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിൽ കൂടുതൽ ഇടുന്നത് നമ്മുടെ ജൈവവളമാണ് കേട്ടോ. ഭാഗ്യം പിന്നെ വാഴയ്ക്കൊക്കെ മേടിക്കുന്ന വേറെ കുറച്ച് വളങ്ങളുണ്ട്, സ്യൂഡോമോണാസ് ഒക്കെ. അതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തിരിച്ചൊക്കെ എടുത്തുകൊണ്ട് വന്ന് കലക്കിയൊക്കെ ഒഴിക്കും. അതെങ്ങനെ ഇടണ്ടേന്ന് കൂടെ എനിക്കറിയില്ല. ചില സമയങ്ങളിൽ ചില ചെടികളൊക്കെ വാടിപ്പോവും. അപ്പം അറിയാത്ത പിള്ള ചൊറിയും പറയുമെന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം ഒരു വട്ടം സംഭവിക്കുമ്പോൾ പഠിക്കുമെന്ന് അറിയില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ ഈ വളപ്രയോഗം പഠിച്ചു വന്നത് കേട്ടോ. ചെടികളിൽ ഞാൻ അങ്ങനെ പരീക്ഷിക്കില്ല, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അങ്ങനെ ഈ കാടിനോട് ചേർന്ന് തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ വെക്കുമ്പോഴേ ആ കാട് കാണാൻ വന്നിക്കുന്ന കൂട്ടത്തിൽ ഈ ചെടികളെയും കൂടി സംരക്ഷിച്ച് പോലോ എന്ന് വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിലാണ് എൻ്റെ അടുക്കള തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൽ വെച്ചോക്കണേ, അതുപോലെ ഗ്രീൻ ബാഗിൽ വെച്ചോക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഴി കുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. സാധാരണ നമ്മുടെ ഇവിടെ നല്ല മണ്ണായ കാരണം കുഴിയിൽ വെക്കുന്നതാണ് നല്ലത്. ഭാഗ്യൻ്റെ ഈ ചീരപ്പാടം പോലെയൊന്നും നമ്മുടെ തോട്ടങ്ങളൊന്നും സെറ്റാവില്ല കേട്ടോ. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ കുറച്ച് ഗ്രോ ബാഗിൽ മുളക് കൃഷി തുടങ്ങിയിരിക്കുന്നത്. പലതരത്തിലുള്ള മുളകാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പുല്ല് പറിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു പന്നൽ ചെടി കിട്ടിയത്. ഇത് നമ്മുടെ കിണറിൻ്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ധാരാളം ഉണ്ടായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ ഇതുകൊണ്ടാണ് ടാറ്റു ചെയ്യുന്നത്. ഈ വിദ്യ ചെയ്തിട്ടുള്ള ഒരുപാട് ചേച്ചിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എങ്കിലും കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ശ്രീകുട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ സംഭവം അതിൻ്റെ ആ വെള്ള കാസ്റ്റൊക്കെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും. കിടുമല്ലേ, ഇങ്ങനെ വെള്ള ടാറ്റു അടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടേ ഇങ്ങനെ ഇനി വൃത്തിയാക്കി വരാം. വേനൽക്കാലം ആയ കാരണം കൊണ്ട് തന്നെ എന്തോരം വൃത്തിയാക്കിയിട്ടാലും അതുപോലെ തന്നെ കിടന്നോളും. വർഷക്കാലം ആകുമ്പോൾ ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പുല്ലിൻ്റെ പ്രളയമാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുല്ലൊന്നും മുളക്കില്ല. ചെറിയൊരു അടപ്പുണ്ട് എൻ്റെ ശബ്ദത്തിന്, അത് ഈ ജലദോഷത്തിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ ശാന്തമ്മ വന്നിട്ടുണ്ട്. ശാന്തമ്മ വന്നു കഴിഞ്ഞാൽ ശാന്തമ്മയ്ക്ക് കഞ്ഞിയാക്കണ്ടേ. അപ്പോൾ ശാന്തമ്മേരെ കൂടെ കുറച്ച് നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ശാന്തമ്മ ഇതൊക്കെ ഒതുക്കി വെക്കണം. പിന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചോപ്പ വെണ്ട, ചീര, അതുപോലെ തന്നെ പച്ചമുളക്, പല വിധത്തിലുള്ള പച്ചമുളക്, വെണ്ടക്കായ, പച്ച, അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ നട്ടായിരുന്നു, തൈകൾ. അതൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വളമിട്ട് ഒന്ന് സെറ്റാക്കി നിർത്തണം. ഇനി നമുക്ക് പതുക്കെ അടുക്കളയ്ക്ക് കയറാം. അടുക്കളയിൽ കയറുമ്പോൾ തന്നെ എനിക്കൊരു മണം അത്യാവശ്യമാണ്. ജലദോഷവും അതുപോലെ തന്നെ ശരീരത്തിന് സുഖമില്ലാത്ത സമയമാണെങ്കിൽ നല്ല മണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മൂഡിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു കർപ്പൂരം, പച്ചക്കർപ്പൂരമാണ് ഞാൻ മേടിച്ച് പുകയ്ക്കണത് കേട്ടോ. നല്ല മണം വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ. അപ്പം നമുക്കിനി അടുക്കളയിൽ കയറാം കേട്ടോ. പാല് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക ചേട്ടന്മാരും ചേച്ചിമാരും വീട്ടിൽ പണിക്ക് വരുന്ന ദിവസങ്ങളിലാണ്, ഒരു ചായക്ക് വേണ്ടിയിട്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ശ്രീകുട്ടൻ മാത്രമാണ് പാല് കുടിക്കുക. ഇപ്പോൾ ശ്രീകുട്ടനും ചെറുതായിട്ട് വയറുവേദന വരുന്നെന്ന് പറഞ്ഞപ്പോൾ പാല് നമ്മൾ ഒഴിവാക്കാണ്. ഒരു ഭക്ഷണം അടിച്ചേൽപ്പിച്ച് കൊടുക്കരുതല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് കപ്പപ്പൂട്ടും അതുപോലെ തന്നെ ഈ കടലയാണ് കറി വയ്ക്കാൻ പോകുന്നത്, വെള്ളക്കടല. കഴിഞ്ഞ ദിവസം ചായ വെച്ചതിൻ്റെ പാത്രമാണ് നിങ്ങൾ കണ്ടത്. ചായ വെച്ചിട്ട് ഞാൻ ഈ കൊള്ളി വറക്കാൻ പോയി. അങ്ങനെ അത് കരിഞ്ഞ ആ ഒരു പരിവായി. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടല്ലേ നമ്മുടെ വീട്ടിൽ, ഒരു ഓർമ്മപ്പെടുത്തലാണത്, ശ്രദ്ധ വേണമെന്നുള്ളതിൻ്റെ. അങ്ങനെ നമ്മൾ കപ്പ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാനത്. അത് നമുക്ക് കപ്പപ്പൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോഴേ അവിടുത്തെ അമ്മൂമ്മ എനിക്ക് കപ്പപ്പൂട്ട് ഉണ്ടാക്കി തന്നപ്പോൾ മനസ്സിലായില്ല അത് കപ്പയാണെന്ന്. പിന്നെ മണത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കപ്പയാണെന്ന്. അപ്പോൾ കപ്പ നമുക്ക് ചെറിയ ചെറിയ നീളം കഷ്ണങ്ങളായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ, അതായത് പ്രീതിയുടെ മിക്സി ആണിത്, പ്രോസസ്സറാണിത്. ഇതിലിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചീകി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അത് ട്രൈ ചെയ്താണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ബ്ലേഡ് ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നീളം കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള ആ കപ്പ ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുക്കില്ലേ, ആ രീതിയിൽ നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ എന്താ അങ്ങനെ ചെയ്യാറുള്ളത്, ക്യാരറ്റൊക്കെ നമ്മൾ അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാറുണ്ടല്ലേ സലാഡിന് വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മിക്സി മേടിക്കുന്നുണ്ടെങ്കിൽ ഈ സോഡിയാക്കിൻ്റെ 2.0 മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ശ്രീകുട്ടൻ പോലെയാണ് അത് ചെയ്തെടുത്തത്. ശ്രീകുട്ടനോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീകുട്ടൻ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ മിക്സി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ ചില കാര്യങ്ങൾ പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കാം ആൻഡ് ഡൗൺ ആയിട്ട് കൈ പോവും മോനെ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ.
അങ്ങനെ നമുക്ക് ആ കപ്പയ്ക്ക് മുന്നേ കുറച്ച് കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗരം മസാല, ഹോൾ മസാല നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സവോള നന്നായിട്ട് അരച്ചതാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. നല്ലതാണ് കട്ടിക്ക് നമ്മുടെ ഈ ചന മസാലക്കറി കിട്ടുള്ളൂ. നമ്മുടെ ഭാരത് ഹോട്ടലിൽ ചന മസാലക്കറി കിട്ടും, നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം അത് കഴിച്ചപ്പോഴാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വെന്ത് വന്നപ്പോഴേ നമ്മളതിലൊരു തക്കാളി അടിച്ചൊഴിച്ചു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, പിന്നെ ഗരം മസാല, പിന്നെ നമ്മുടെ ഈ ഒരു ചന മസാലയുടെ പൊടി ഉണ്ടല്ലോ അത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിന് പച്ചമണം മാറി വന്നപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ക്രീം ഒഴിച്ച് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ, അതായത് ചീകി എടുത്ത കപ്പ നമ്മളൊന്ന് പിഴിയും. ആ പിഴിഞ്ഞ കപ്പയിൽ അരിപ്പൊടി ഉപ്പിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചിക്കിയിടുമ്പോഴേ അതിങ്ങനെ ഒന്നിനോടൊന്നും തൊടാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും പുട്ടുണ്ടാക്കണ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് കിട്ടുക കേട്ടോ. എന്നിട്ട് ഈ പുട്ടുണ്ടാക്കണ പോലെ, സാധാരണ പുട്ടുണ്ടാക്കണ പോലെ മുകളിലും അടിയിലും തേങ്ങ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പപ്പൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കപ്പപ്പൂട്ടിൻ്റെ ടേസ്റ്റ്. ഒന്നാമത്തേലെ കപ്പ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാത്രമല്ല ശാന്തമ്മ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ശാന്തമ്മ കാലത്ത് ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിയാണ് കുടിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കഞ്ഞി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് അവർക്ക് അതും കഴിക്കാം കേട്ടോ. കഞ്ഞി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടാവും. കണ്ടോ, ഇതാണ് നമ്മുടെ കപ്പപ്പൂട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, അപ്പോൾ പച്ചക്കപ്പയുടെ കാലമാണല്ലോ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര സിമ്പിളാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഇപ്പോൾ കാലത്തെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നമുക്ക് അവിടെ ഒന്ന് വൃത്തിയാക്കിയിടാം. എന്നിട്ട് വേണം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ തുടങ്ങാൻ. ഇന്ന് ഒഴിവ് ദിവസമായ കാരണം കൊണ്ട് തന്നെ ശ്രീകുട്ടൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ശ്രീകുട്ടൻ വേഗം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കക്കയൊക്കെ ഒന്ന് കറി വയ്ക്കാം. ഇവിടെ ഇറച്ചി മീൻ എന്തെങ്കിലും വേണം കേട്ടോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറിയത് ആളെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് കറി വയ്ക്കാൻ പോണതേ കക്കയാണ്. കല്ലുമ്മക്കായ അല്ലടാ നമ്മുടെ ഇവിടെ കക്ക എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഞാനും ശ്രീകുട്ടനിരുന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ട് നന്നാക്കി എടുത്തതാണ്, ഇതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നോട് കുറേ പേര്, ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കറിയില്ല ഇത് എങ്ങനെ വെക്കുകയെന്ന്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് വെക്കുന്നത്. പക്ഷെ ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞു ഇത് വെറുതെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വെള്ളം ഇറങ്ങി അത് വെന്ത് വന്നോളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിക്കാൻ വെച്ചുള്ളൂ. ഒരു ചാക്ക് പയറുണ്ടത്. ഈ പയറ് നമ്മളെ ചേരത്തൊരു പാടുണ്ട് നമുക്ക്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാറുണ്ടല്ലോ. അവിടെയാണ് ഭാഗ്യനി പ്രാവശ്യത്തെ വലിയ കൃഷി ചെയ്ത് നോക്കണമെന്ന്. അവിടെ നമ്മൾ പയറ് രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ വിതച്ചിട്ടിട്ടുണ്ടേ. അപ്പോൾ ആ പയർ ഓൾറെഡി അവർ വെട്ടിക്കൂട്ടി വാഴയുടെ കടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടാൻ പോവാണ്. അപ്പോൾ അതും ഉണ്ടായ പയർ നമ്മുടെ അച്ഛൻ പൊട്ടിച്ച് കൊടുത്തു വിട്ടതാണ്. അത് 3 കൂട്ടർക്കായിട്ട് വീതിക്കണം, ഇളമയ്ക്ക് ഡെൽസിയാൻറ്റിക്ക് എനിക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നന്നാക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല, കാരണം ഒടിയല്ല ഉരിയല്ലാത്ത അവസ്ഥയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരു വിധത്തിലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ അപാരല്ലേ. അപ്പോൾ നമ്മൾ ആ ടേസ്റ്റ് ആലോചിച്ച് കുറച്ച് അധികം നേരം നിന്നാലും ഇത് വൃത്തിയാക്കി എടുക്കും കേട്ടോ. മീൻ വറുക്കാണ്ടായിരുന്നു, അതും സെറ്റായി. ഭാഗ്യ ആദ്യമായിട്ടാണ് അത്ര കപ്പപ്പൂട്ട് കഴിക്കണത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഭാഗ്യനി കാണിച്ചത് കേട്ടോ. ഒരു ഗ്ലാസ് കാപ്പിയും കറി വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ആ കപ്പയുടെ ടേസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് മാത്രം കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് നമ്മുടെ തിരിച്ച് പരിപാടിയിലേക്കൊക്കെ കിടക്കാം. മീൻ നന്നായി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി പയറുപ്പേരി വെക്കണം. നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഉപ്പേരി വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ കുത്തും, എന്നിട്ട് അതിൽ ഇടിച്ച മുളക് ഇട്ടിട്ട് കാച്ചിയെടുക്കലാണ്. ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെ മണമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കുഞ്ഞുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ആ പച്ചമുളകിൻ്റെ വിത്ത് എനിക്ക് കണ്ടപ്പോൾ തോന്നി അതൊന്ന് നടാം, നമ്മൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടേ. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പച്ചപ്പയറും അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോഴാണ് അമ്മ വിളിച്ചത്. അമ്മ വിളിച്ചിട്ട് കാലത്ത് വൈകുന്നേരം ഇങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ അമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആ വിളി വന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് അമ്മേനെ വിളിക്കും. അപ്പോൾ അമ്മയോട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കക്ക വയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടേതായ റെസിപ്പി അമ്മയും പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ നാളികേരം കഴിഞ്ഞിട്ടിട്ടാണ് കപ്പ വയ്ക്കുന്നത് കേട്ടോ. ശ്രീകുട്ടൻ അടയ്ക്ക പറക്കുന്ന മഹാമഹത്തിലാണ്. അടയ്ക്ക എന്നും പറക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ശ്രീകുട്ടനോട് എടുത്തോ ശ്രീകുട്ടൻ്റെ വഞ്ചിയിൽ ഇട്ടോളാൻ പറഞ്ഞു വെക്കാണ് അച്ഛൻ. അതായത് അവൻ്റെ
സമ്പാദ്യമാക്കി വെച്ചോളാൻ പറഞ്ഞു നോക്കുകയാണ് അച്ഛൻ. അപ്പോൾ ആൾ അതിൻ്റെതായ ഇൻട്രസ്റ്റിൽ പറക്കുമല്ലോ. അങ്ങനെ നമ്മൾ പൊതിച്ചുകൊണ്ട് വന്ന നാളികേരത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് കുനുകുന നമ്മൾ അരിഞ്ഞ നാളികേരം ഇട്ടിട്ടുള്ള കക്ക റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കക്ക റോസ്റ്റ് കൊള്ളാല്ലേ. അപ്പോൾ നമുക്ക് കുനുകുന അത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മൾ അരിഞ്ഞ നാളികേരവും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഉള്ളിക്ക് ഇങ്ങനെ ഒരു മണം വരില്ലേ, അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കറികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ചേച്ചിമാർക്കല്ല, അനിയത്തിമാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അനിയന്മാർക്കും. നിങ്ങൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടിടുമ്പോഴേ എന്നിട്ട് നമ്മളത് നന്നായിട്ട് വെന്തോന്നപ്പോൾ അതിൽ കുറച്ച് പച്ചമുളക് ഇട്ടു. പിന്നെ പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. വേപ്പിലിടാൻ മറക്കണ്ട. പെരിഞ്ജീരകപ്പൊടി ഭയങ്കര ഹൈലൈറ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അടുക്കളയിൽ കുറച്ച് ദിവസമായിട്ട് ഓർഗനൈസേഷൻസ് ഒന്നും നടക്കാത്ത കാരണം കൊണ്ടും കുറച്ച് തിരക്കായ കാരണം കൊണ്ടും ഒക്കെ ഈ പാക്കറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ. പൊതുവെ എനിക്ക് ഈ പാക്കറ്റ് കാണിച്ചു തരാൻ ഭയങ്കര മടിയാണ്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെതായ രീതിക്കും നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരുപാട് ജോലിയുള്ള കാരണം കൊണ്ടും വേഗം അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ ഒരു കക്ക വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും വിതറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ച് വീണ്ടും ശാന്തമ്മയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശാന്തമ്മ പുറത്ത് ഈ ഒരു മുറ്റം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ചധികം മുറ്റമുള്ള കാരണം കൊണ്ട് ഞാൻ ഇത് അടിയിൽ ചങ്ങരാന്തിക്ക് നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇതുമ്പോൾ നിറച്ച് മില്ലിപ്പേഡ്സ് ആണ്. ഈ ഒരു വെള്ള കളറിലുള്ള ഒരു തരം പ്രാണി ഉണ്ടല്ലോ, ഈ പ്രാണി എൻ്റെ മറ്റു ചെടികളെയും കൂടി ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ കൊമ്പൻ മുളകിൻ്റെ ചെടി അങ്ങനെ എന്തെങ്കിലും പറിച്ചെടുത്തടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടച്ചെടി ഉള്ളത് മറ്റുള്ളവരെയും കൂടി പൊട്ടയേക്കാന്ന് പറയുന്ന ഒരു അവസ്ഥയിലായി. ചില കൂട്ടുകെട്ടുകൾ നമ്മുടെ മൊത്തം ഒരു കൂട്ടുകെട്ടിനെ ബാധിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. പണ്ടുള്ളവർ പറയുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ട കൂട്ടുകെട്ടുകൾ അവരെ ഉപദേശിച്ച് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറ്. അവരെ കൂട്ടുകാരെ തന്നെ അവർ മാറ്റിയെടുക്കും. പക്ഷെ ഇതങ്ങനെ മാറുന്നില്ല. ഞാൻ എന്തോരം ട്രൈ ചെയ്തിട്ടും ഇവൻ രാസവളം പോലും പ്രയോഗിച്ചിട്ടും ഇവന്മാർക്കും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പതുക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ എല്ലാ ചെടികളും നശിച്ചു പോകുന്നുള്ള രീതിയിലെത്തി. അപ്പോൾ അവന്മാരെയൊക്കെ നമ്മൾ ഊരി കളഞ്ഞിട്ടുണ്ട്, അതായത് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുമുള്ള പച്ചമുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കർഷകത്തോട്ടം കേട്ടോ. ഇതാണ് ഭാഗ്യനേക്കാൾ വലിയ പച്ചക്കറി തോട്ടം ഞാൻ ഉണ്ടാകാൻ പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്. നമുക്ക് അറിയാം ഈ ഒരു ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ ഇത്രയ്ക്കാണ് ഇത് നന്നാവുള്ളൂ, താഴത്ത് വെക്കുമ്പോഴാണ് അടിപൊളി ആവുള്ളൂ എന്നൊക്കെ അറിയാം. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ട കാരണം കൊണ്ട് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഗ്രോ ബാഗ് ആയ കാരണമാണ് ഗ്രോ ബാഗിൽ നട്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ആ കലക്കി ഒഴിക്കുന്ന സാധനം ചാണകവും അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കും പുളിപ്പിച്ച വെള്ളമാണ് കേട്ടോ. അത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തേക്ക് ആകെ ഒരു കപ്പേ ഒഴിക്കുള്ളൂ പുളിപ്പിക്കുമ്പോൾ. ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 6-7 ദിവസമൊക്കെ പുളിപ്പിക്കാൻ വെക്കും. 2-3 ദിവസമല്ലേ, ഇരട്ടി വീര്യം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറേ വട്ടം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കുക. അല്ലെങ്കിൽ ആ ചെടി കരിഞ്ഞു പോവും. പക്ഷെ അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്ന ചെടികൾക്കുണ്ടല്ലോ ഭയങ്കര കരുത്തും നന്നായിട്ട് കായും പിടിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ വളങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ചെടികൾക്കും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെടികൾ വെച്ചതിൻ്റെ പിറ്റേ ദിവസം ഒന്നും ഒഴിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ നേർപ്പിച്ച് ഒഴിക്കുമ്പോൾ തന്നെ ആ ചെടി നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം 2-3 ഇലകൾ വന്നതിന് ശേഷമാണ് നമ്മളത് ഇതിലേക്ക് എത്തിക്കുള്ളൂ, അതായത് വളപ്രയോഗത്തേക്ക് എത്തിക്കുള്ളൂ കേട്ടോ. ഞാനിവിടെ ഈ പച്ചമുളകത്തെ കടകൾ പറിച്ചു കളഞ്ഞപ്പോൾ ശാന്തമ്മ പറയും ഇപ്പോൾ അവിടെ ഒരു വെളിവായിരുന്നു, കാണാൻ ഇത്തിരി ഭംഗിയുണ്ടെന്ന്. അത്രയും കാട് പിടിച്ചിട്ടായിരുന്നു അത് നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മ പറയാറുണ്ട് എപ്പോഴും, അമ്മ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാട് പോലെയാവും, കായ പിടിക്കൽ കുറവാണെന്ന് കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അമ്മ വെച്ച പച്ചമുളകുമ്പോൾ ധാരാളം പച്ചമുളക് ഉണ്ടായി. ഇത് അമ്മ വെച്ചതിൻ്റെ ഒന്നുമല്ല, ആ ഒരു പ്രാണിശല്യം കാരണം കൊണ്ടാണ് അത് ഒട്ടും ഉണ്ടാവാണ്ടിരുന്നത്. എങ്കിലും എൻ്റെ മനസ്സിനും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയിട്ട് 3-4 മുളക് ഉണ്ടായിട്ടുണ്ട്. ആ മുളകൊക്കെ ഞാൻ നന്നായിട്ട് മൂക്കാൻ നിർത്തി അതിൻ്റെ വിത്ത് എടുത്തിട്ടുമുണ്ട് കേട്ടോ. അതൊക്കെ വലുതായി. 5 ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയി, ബാക്കിയുള്ളത് വലുതായി. ചോപ്പൻ ചണ്ടല്ലേ, ചോപ്പൻ തന്നെയാ തോന്നുന്നുണ്ട്. ചോപ്പല്ലേ വയലറ്റ് അല്ലേ. നമ്മുടെ ശാന്തമ്മ എനിക്ക് കർഷകശ്രീ എന്നല്ല കുടുംബശ്രീ എന്നല്ലല്ലോടാ, എവിടുന്നോ വ്യാപാര ഭവനിന്നോ എവിടുന്നോ എനിക്ക് കുറച്ച് തക്കാളി തൈകളും അതുപോലെ തന്നെ വഴുതന തൈയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലുതായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ആളെന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ തന്നെ വെണ്ട, പിന്നെ എന്തായിരുന്നു നല്ല ചോപ്പച്ചീര സംഭവങ്ങളൊക്കെ നമ്മൾ നട്ടുവെച്ചിട്ടുണ്ട്. ചോപ്പച്ചീര നമ്മുടെ തോട്ടത്തിലില്ല, പച്ചച്ചീരയുള്ളൂ. അപ്പോൾ കുറവുള്ളതല്ലേ നമ്മൾ നടേണ്ടത്. പിന്നെ ഈ ചെടികൾ കേട്ടോ, ഇതൊക്കെ നമ്മൾ ബാക്കിൽ
ബാക്കിൽ വെച്ചിരിക്കുന്നത് ഈ ചെടികളൊക്കെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പച്ചമുളക് തൈകളൊക്കെ നട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ചെടികൾ നടന്നോടത്ത് ചെടികൾ മാത്രമേ നടാൻ പാടുള്ളൂ, പച്ചമുളക് തൈകൾ നടാൻ പാടില്ല, നട്ടിട്ടുണ്ടെങ്കിൽ ആ ചെടികളെയും കൂടി അത് ബാധിക്കുന്നു തോന്നിയപ്പോഴാണ് പറിച്ച് കളയുന്നത് കേട്ടോ. അപ്പോൾ ഇതുമൊക്കെ കുറച്ച് നമുക്ക് ഒരു പൂതി മാറാൻ വേണ്ടി മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മുളക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കി എന്ത് സംഭവങ്ങൾ ഉണ്ടാവണേക്കാളും ഭയങ്കര ഉത്സാഹമാണ് മുളക് ഉണ്ടാകുമ്പോൾ, പച്ചമുളക് ഉണ്ടാകുമ്പോൾ. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ കൂടുതലും പച്ചമുളകെല്ലാം ഉപയോഗിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ എല്ലാ കറികളിലും പച്ചമുളകാണ് ഉപയോഗിക്കുക. മുളക് പൊടിക്കും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിക്കൊക്കെ ഇവിടെ ഭയങ്കര ചിലവ് കുറവാണ്. അപ്പോൾ ഇത് കുറച്ചധികം മുളക് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ 2-3 വട്ടം ആലോചിച്ചു കളയണ്ടേന്ന്. പക്ഷെ ഒന്ന് പൊന്തിച്ച് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ നിറച്ച് വൈറ്റ് വെള്ള കളറിലുള്ള വെള്ളീച്ചയാണ്. ഇത് എന്ത് തെളിച്ചിട്ടും പോണില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി നമ്മുടെ കാന്താരി മുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് ഒഴിച്ചാൽ ഒരു രക്ഷയിലിടാം, ഒന്നും ഉണ്ടായില്ല. ഞാൻ ഏറ്റവും ലാസ്റ്റ് അത് പറിച്ച് കളയുക ചെയ്ത്. പക്ഷെ കുറേ മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അതന്നെ നല്ല കരിമ്പച്ച കളറിലുള്ള മുളക്. അപ്പോൾ എനിക്ക് അതുപോലത്തെ ഇനി മുളക് ഉണ്ടാവണം എന്ന് തോന്നിയ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് വിത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറിച്ച് കളയുമ്പോഴേ നമ്മൾ കുറേ നാൾ നോക്കി വളർത്തി പറിച്ച് കളയുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നും. പക്ഷെ എന്താ ചെയ്യുക, ചില കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയല്ലേ, ഒന്ന് നശിച്ചാൽ മറ്റൊന്നിന് നല്ലതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ മറ്റേതിനോട് കളയും. ഇതാണ് ഞാൻ പറഞ്ഞ കരിമ്പച്ച കളറിലുള്ളത്, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയിട്ടാണ് ഈ പച്ചമുളക്. അത് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ നടാം. ഇത് ഞാൻ മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ളതാണ്. 50 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ആ ഓറഞ്ചും പച്ചയും കളറിലുള്ള ഗ്രോ ബാഗുകൾ നമ്മൾ മേടിച്ചിട്ടുള്ളത്. നമ്മുടെ മണ്ണുത്തിയിൽ പ്ലാസ്റ്റിക് കടകളിൽ നമുക്ക് ഗ്രോ ബാഗ് കിട്ടും. 10 രൂപയാണ് ഗ്രോ ബാഗിന്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 15-13 രൂപയാകുമ്പോൾ അവിടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു 10-50 മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഈ ചീര നടാനായിട്ടോ അല്ലെങ്കിൽ ഒരു വെണ്ടത്തൈ നടാനൊക്കെ ആയിട്ടോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിലൊക്കെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർപ്പായ വിരിച്ച്, ടാർപോളിൻ എന്ന് പറയില്ലേ, അത് വിരിച്ച് ഈ ഒരു ഗ്രോ ബാഗ് വിരിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേടും ആവില്ല. നമുക്ക് കൃഷി നശിക്കുന്ന സമയത്ത് മണ്ണൊക്കെ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആട്ടുംകാഷ്ടവും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഏതെങ്കിലും വേറെ ചെടികൾ നടാം. നമുക്ക് കായ്ഫലം കഴിഞ്ഞതിന് ശേഷം നമ്മളത് പറിച്ച് കളയുമ്പോഴേ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തക്കാളിയൊക്കെ നടാൻ അടിപൊളിയാണ് കേട്ടോ ഗ്രോ ബാഗ്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ നല്ലൊരു ഓപ്ഷനാണ് ആ സംഭവം. അങ്ങനെ നമ്മൾ കുറച്ച് ചെടികളും കൂടി നടാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നട്ടു. കുറച്ച് ചെടി ഭ്രാന്ത് എനിക്കുള്ള കാരണം കൊണ്ട്, അതിന് ഭ്രാന്ത് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെടികളുള്ള ഒരു ഭ്രമം ഉള്ള കാരണം കൊണ്ട് കുറച്ചധികം ചെടികളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചതൊക്കെ നടാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ചെമ്പരത്തി, ചൈനീസ് ബാൽസം, ഇളയമര കയ്യിൽ നിന്ന് കൊണ്ടുവന്നത്. ഇളയമര വീട്ടിലത്തെ ചെടിത്തോട്ടം കാണിച്ചായോ ശ്രീ എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, അവിടെ കുറച്ചും കൂടി പൂക്കൾ ഉണ്ടാവാനുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തൊരു വലുപ്പാലേ കുമ്പളങ്ങയുടെ. ഈ കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ചായ കൊടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു 11 മണി കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ 11 മണിയാകുമ്പോൾ ഒരു ചായ. ശാന്തമ്മ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നുണ്ട്. അത് കാരണം ആൾക്ക് നേരത്തിന് ഫുഡ് കിട്ടണം. അപ്പോൾ ആൾ ചായ, ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. എനിക്ക് വേണമെന്ന് ചോദിക്കും കേട്ടോ എന്ത് കഴിക്കുമ്പോഴും. അങ്ങനെ നമ്മുടെ അടി വരെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ അവരിങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ വരയ്ക്കും ഗ്രിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ എന്തോ വേറെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണ് ഈ സിമെൻ്റ് ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നിർത്തിയിരിക്കുന്നത്. നമ്മളല്ല, പഞ്ചായത്തുകാർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി നമ്മുടെ ഈ വീട്ടിലേക്കുള്ള വഴികൾ കൂടി ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ചെണ്ടുമല്ലി പാടത്ത് ഒറ്റ ചെണ്ടുമല്ലി ഇല്ല അല്ലേ, അതൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞടാ. അതൊക്കെ നിറയെ പൂത്ത് കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ ഇവിടെ ഒരു ദിവസം നിന്ന് അതൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇനി അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴേക്കും രമേശേട്ടൻ വന്നു. രമേശേട്ടൻ എനിക്കിവിടെ കുറച്ച് മണ്ണും കൂടി ഇട്ട് തന്നു കേട്ടോ, അടുത്ത ചെടികൾ നടാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു പണിയിലായിരുന്നു, വീടിന് ചുറ്റും വൃത്തിയാക്കുന്ന കുറച്ച് അൽത്തുകൊളുത്ത് പണിയിലായിരുന്നു. മാത്രമല്ല ജലദോഷം വന്നാൽ നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് എന്താ പറയുക, ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് കൊണ്ടു നടക്കണ്ടേ. അപ്പോൾ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ വരുന്നേ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിട്ടേ വേറെയും കുറച്ച് പരിപാടികളുണ്ടെന്നേ. ഒതുക്കലിൻ്റെ ഇടയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒതുക്കുക. നമ്മുടെ ശാന്തമ്മ അപ്പുറത്ത് നിന്ന് പുല്ല് പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 5 മണിയാകുമ്പോൾ ഡാൻസ് ക്ലാസ്സിലെത്തണം. അപ്പോൾ 4 മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. എന്നാലാണ് നമുക്ക്
4 മണിയാകുമ്പോൾ ഇറങ്ങിയ കാര്യമില്ല, എന്നാലും പായണം. അപ്പോൾ എന്നാലും പോവാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ ക്ലാസ്സുകൾ ബുദ്ധിമുട്ടാണ്, ഓഫ്ലൈൻ പോവാൻ നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു. തുണികളൊക്കെ മടക്കിയെടുത്ത് വെച്ച് ശാന്തമ്മയ്ക്ക് ചായ വെച്ച് കാപ്പി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നിൽക്കണ ശാന്തമ്മ എൻ്റെ തക്കാളി തൈകൾ കണ്ടോ ഗൈസ്, ചീര നിൽക്കണുണ്ടോടാ ചീര. ശാന്തമ്മ അപ്പം ഞാൻ പോട്ടെ, ആള് ഭയങ്കര സങ്കടത്തില്ല ഞാൻ പോണേല്. ഞാൻ പോയിട്ട് കുളിച്ച് ഡ്രസ്സ് മാറട്ടെ. ചാണകത്തിലും വാട്ടുംകാട്ടത്തിലൊക്കെ കൈയിട്ട് വാരി കുളിക്കാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കൊല്ലും ടീച്ചർ. നല്ല മണമുണ്ട് ഇന്ന് ശാന്തമ്മ. ഞാനൊന്ന് വിസ്തരിച്ച് കുളിക്കട്ടെ. അപ്പോൾ ശാന്തമ്മ അടിച്ച് വാരി ഇട്ടാൽ മതി, പിന്നെ നമുക്ക് പിന്നത്തെ ദിവസം ചെയ്യാം. ബസന്തിയായി എന്നല്ലേ ആക്ച്വലി കുളി കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള രൂപത്തിലാണ് പോകാറുള്ളത്. ഇന്നിപ്പോൾ കുഴപ്പമില്ല അല്ലേ. ശാന്തമ്മ ഇവിടെ കാണാനില്ല, ശാന്തമ്മേനേട്ടാ ഇവിടെയൊക്കെ ഇങ്ങനെ ഒതുക്കിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡ് ഞാൻ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോവാണ്. എന്നെ ഡാൻസ് കളിക്കുമ്പോൾ ആട്ടും കാഷ്ടത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഒക്കെ മണം വരുമോ. ആക്ച്വലി ഞാൻ നല്ല ചന്ദനത്തിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഭാഗ്യൻ ശ്രീകുട്ടനെ കൊണ്ടുവന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ട് ആ വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോവാണ് പതിവ്. എന്നിട്ട് വരുമ്പോൾ നമ്മൾ ശ്രീകുട്ടനെ എടുക്കും. 1 അവറിൻ്റെ ക്ലാസ്സേ ഉള്ളൂ, പക്ഷെ നമുക്കൊരു 3-4 മണിക്കൂർ വേണം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറിയൊരു ഓൺലൈനിൽ കയറി അതിനുള്ള ഗുണവും കിട്ടില്ല. അപ്പോൾ നമുക്ക് പതുക്കെ എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്ട്രഗിൾ ചെയ്യണമല്ലോ. നമുക്ക് ആരും ഒന്നും വെറുതെ കൊണ്ടു തരില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്ട്രഗിൾ ചെയ്യാം. അപ്പോൾ ഞാൻ പോട്ടേട്ടാ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വണ്ടിയിലിരുന്ന് പറയാട്ടോ. ഭാഗ്യൻ എവിടുന്നോ ഓടിക്കതച്ചാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായി. ഭാഗ്യൻ വളരെ സാഹസികമായ പോലീസ് സ്റ്റേഷൻ യാത്രയ്ക്കൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനിലായിരുന്നു പിടിച്ചിട്ട് കയറുന്നു, പോലീസ് പിടിച്ചു ഭാഗ്യനെ. അങ്ങനെയല്ല, എന്തോ കടയിലത്തെ എന്തോ പരാതിക്കാരായിരുന്നു. കടയിലത്തെ എന്തോ പരാതിക്കാരനല്ല, പരാതി വേറെ ടീമാണ് കൊടുത്തത്. പക്ഷെ അവിടെ ചെന്നപ്പോ വാദിപ്രതിയായി. അവർ പരാതി കൊടുത്തവര് പെട്ടു. നമ്മുടെ കയ്യിൽ നിന്ന് പച്ചക്കറി മേടിച്ചോണ്ട് പോയിട്ട് പൈസ കൊടുക്കാത്തതിന്റെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയാണ് ചോദിച്ചപ്പോ അവർക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ ഉള്ള ചെറിയ വിഷയം. അതൊന്നല്ലാട്ട വിഷയം, പൈസ കിട്ടാത്തതൊന്നല്ലാട്ട. പൈസ നമ്മൾ കടം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കടം കിട്ടുന്നതും ഒക്കെ ബിസിനസിന്റെ ഭാഗമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പൈസ ചോദിച്ചപ്പോഴേ അവരോട് എന്തോ തർക്കമുണ്ടായി. അവരെന്തോ പൈസ ചോദിക്കാൻ വന്നാൽ നമ്മുടെ കടയിലത്തെ സ്റ്റാഫിനെ പിടിച്ച് ഉന്ത് അങ്ങനെ എന്തൊക്കെ ഉണ്ടായി. അത് കേസായി. പിന്നെ അവര് നമ്മുടെ സ്റ്റാഫിന്റെ വണ്ടിയും എന്തൊക്കെയോ ചെയ്തു, അതും കേസായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഈ ഭാഗ്യം കുറെ നേരത്തെ പരിപാടികൾക്ക് ശേഷമാണ് നമ്മളായിട്ട് ജോയിൻ ചെയ്ത് നോക്കണത്. അപ്പോ ഭാഗ്യ പാവണ്ടിട്ടാ. ഞാനപ്പോ ആലോചിക്കായിരുന്നു, എന്റെ കൂടെയുള്ള ആൾക്കാർ ഇത്രയ്ക്കധികം സ്ട്രഗിൾ ചെയ്യുമ്പോ ഞാനൊരു പ്രാക്ടീസ് പോലും ചെയ്യേണ്ടത് ക്ലാസ്സിൽ പോകണം. ടീച്ചറെ ഇറക്കി വിടാവോ ക്ലാസ്സിൻ്റെ ഉള്ളിൽ. പിന്നെ നിങ്ങൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ദിവസങ്ങൾ നിങ്ങൾ കാണുന്ന കാരണം കൊണ്ട് എനിക്ക് ഒരു എന്താ പറയാ ഒരു സമയമില്ല എന്നുള്ളത് ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഞാൻ മടി പിടിച്ചിരിക്കണോ എന്നുള്ളതല്ല. എങ്ങനെയെങ്കിലൊക്കെ സമയം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം പരീക്ഷയ്ക്ക് മുന്നേ. ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമാണെന്നാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത്. പിന്നെ എന്താണ് മനസ്സിലായത് ഭാഗ്യ? എല്ലാം മനസ്സിലായി. ഏതെങ്കിലും ഒന്ന് ഇട്ടാ മതി എന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളും വിചാരിച്ചത് ഇത് സിമ്പിൾ അല്ലേ, അത് എടുത്തോട്ടെ എന്ന് ആൾക്കും തോന്നി. പക്ഷെ ഇത് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഇത് കയ്യെന്ന് പോയി മക്കളെ. അപ്പൊ അങ്ങനെ നമ്മള് പോവാണ്. എന്തായാലും നമ്മൾ നനഞ്ഞൂല കേട്ടാ. ഞാൻ അങ്ങോട്ട് കുളിക്കന്നെ. ഇപ്പോഴും വെള്ളത്തിലിറങ്ങാൻ പേടിയെന്നുള്ള കാര്യം വേറെ ഒന്നെന്ന് ബാക്കി ഇപ്പനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മള് നീന്തൽ പഠിക്കേണ്ട കാര്യം. അപ്പോൾ നീന്തൽ പഠിക്കാൻ എനിക്ക് ആള് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി തന്നു. സ്വന്തമായി സ്വിമ്മിംഗ് പൂൾ വരെ വാരിക്ക് ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനാണ്. അങ്ങനെയല്ലാട്ടാ. കാരണം നമ്മുടെ നാട്ടില് ജീവിക്കണമെങ്കിൽ ആള് പറയണത് എപ്പോഴും ഒരു ഇത് വേണമെന്ന്. എന്നിട്ടാ നീന്തൽ നമ്മുടെ പറമ്പുകളിലൊക്കെ കുളം കിണറൊക്കെ ഉള്ളതാണ്. 3 പറമ്പിൽ കുളമുണ്ട്. അപ്പോ അവിടെയൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അപ്പൊ എപ്പോഴും നീന്തലൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ അതിന്റെ കരയിൽ കൂടെ പോകുമ്പോ ഒന്ന് തെറ്റി വീണാലും നമ്മൾ സേഫ് ആയിരിക്കണം. അതിന് വേണ്ടിട്ടാണ് ആളെ എനിക്കത് പറഞ്ഞത്. നീന്തൽ പഠിച്ചു.
അല്ല അതിന് വേണ്ടിയിട്ടാണ് ആള് ആ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു ടാങ്ക് പോലെ പണിതുണ്ടാക്കിയത് സ്വിമ്മിംഗ് രണ്ട് പൂള്. ഉപയോഗം, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പ് മൊത്തം നനയ്ക്കാനായിട്ടും പറ്റും, നമുക്ക് കുളിക്കാൻ പറ്റും, വേനൽക്കാലത്ത് നീന്തി കുളിക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ശ്രീകുട്ടനെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റി. ആളെ ശ്രീനെ നീന്തൽ പഠിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ആള് വെള്ളത്തിലിറങ്ങാണ്ട് നീന്തൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. പോസ്റ്റ് വഴി പഠിച്ചുകൂടാ? ആ, ഓൺലൈൻ വഴി പഠിക്കാം നീന്തല്. എനിക്കിന്ന് കുച്ചിപ്പുടി ക്ലാസ്സാണ്. സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ വിത്ത് ടീച്ചേഴ്സ് പെർമിഷൻ ദേ മാഷൊക്കെ ഉണ്ട്, രവി മാഷൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഇതാണ് കേട്ടോ സൗമ്യ ടീച്ചർ. ഇതാണ് എൻ്റെ കുച്ചിപ്പുടിയുടെ ടീച്ചർ. കുച്ചിപ്പുടി നമുക്ക് ഡിപ്ലോമ ചെയ്യുന്നത് സൗമ്യ ടീച്ചറുടെ കീഴിലാണ്. എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇന്ന് ടീച്ചറുടെ ഇവിടെ നിന്നാൽ കേൾക്കുമെന്ന് അറിയില്ല, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ്. എനിക്കിവിടെ മൂന്ന് ഗുരുക്കന്മാരുണ്ട്. അതിലൊരു പേഴ്സണൽ അടുപ്പം നമുക്ക് ഫീൽ ചെയ്യില്ലേ, അത് സൗമ്യ ടീച്ചറുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ടീച്ചറെ പിടിച്ച് നിർത്തിയതാണ്. ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമ്പർ കൊടുക്കട്ടെ. ഞാൻ ടീച്ചർ ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കുച്ചിപ്പുടി ക്ലാസ്സും ഭരതനാട്യം ക്ലാസ്സും ടീച്ചർ എടുക്കും. അസാധ്യ കലാകാരിയാണ് കേട്ടോ ടീച്ചർ. അപ്പോൾ ഞാൻ ഇല്ല, അയ്യോ പറയാണ്ടിരിക്കാം, ബാക്കി ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ പോട്ടെ ടീച്ചർ, വന്നാൽ വ്ളോഗിൻ്റെ ഭാഗമാവാൻ വന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ടാറ്റ. നാട്യ ക്ലാസ് എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികൾ. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡാൻസ് ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് ഭാഗ്യം ദോശയുമായി വന്നു. നല്ല വഴി അവിടെ വേറൊരു കുറച്ചെങ്കിലും നീങ്ങിയിട്ട് വിശേഷം പറയാൻ പറ്റും. പക്ഷെ ഞാൻ ദോശ കഴിക്കാൻ പോകട്ടാ. ദോശ വിഷാരടി ദോശ ഭാഗ്യം കഴിച്ചാ? ഞാൻ 5 ദോശ കഴിച്ചിട്ടിരിക്കുന്നു. വേറെ പണിയൊന്നുമില്ല, 1.5 മണിക്കൂർ പോകണ്ടേ. ഞാൻ 3 ദോശ കഴിച്ചത്, ഞാൻ 2 ദോശയും കൂടെ കഴിച്ചു. അവിടെ ഇരുന്ന് തിരിയാറ് ഊഞ്ഞാലാടി. അവിടെ ഊഞ്ഞാലായിരുന്നു, തിരിയാറ് അവിടെ ഇരുന്നു. ക്ലാസ് കഴിഞ്ഞതും എനിക്ക് നല്ല വിശപ്പുണ്ടാവുന്ന ഭാഗ്യനെ അറിയാം. ഭാഗ്യം ഒരുപാട് കാര്യങ്ങളിലൊക്കെ മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിതൊന്നും പ്രതീക്ഷിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു തരുന്ന കാരണം കൊണ്ട് ചെറിയ പ്രതീക്ഷകളൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ദോശയൊക്കെ മേടിച്ച് തന്നെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു സന്തോഷമല്ലേ, നമുക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കും അതിലോട്ട് കുറച്ച് ഇൻവോൾവ്ഡ് ആവാനൊരു ശ്രമം നടത്താൻ തോന്നും. നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ആ കാണുന്ന ലേറ്റ് അറേഞ്ച്മെൻറ്റ് ഈ പുത്തമ്പള്ളിയുടെ ആണ് കേട്ടോ. അങ്ങോട്ട് പോകാനായിട്ടൊന്നും നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടനെ ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാം നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് മാത്രം. പക്ഷെ ആ പള്ളി പെരുന്നാൾ ഞാൻ ഒഴിവാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. ലക്ഷ്മി ഞാൻ ദോശ കഴിച്ചടാ വരുന്നത്. ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നമുക്ക് മണ്ണുത്തി കടയിലേക്ക് പോകാനുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മണ്ണുത്തി ഡോൺ ബോസ്കോയുടെ മുമ്പിലുള്ള കട കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് കിട്ടും. ഇത് നിങ്ങൾക്ക് അറിയില്ലേ, എന്താണ് ചെറുകിഴങ്ങാന്ന് തോന്നുന്നു അത്. ഇവിടെ വലിയ നമ്മുടെ മധുരക്കിഴങ്ങും അങ്ങനെയുള്ള വെറൈറ്റി നാടൻ വിഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. ഈ ഒരു സവോള ചാക്ക് കണ്ടോ, എനിക്ക് സബോള കാണുമ്പോഴേ എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഭാഗ്യം ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചു പറയും സബോള 5, സബോള 6 എന്നൊക്കെ പറയും. കുറേ തരത്തിലുള്ള സബോള ഉണ്ട്. സബോളയിൽ തന്നെ 10-20 തരം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയൂ. എച്ച് മാർക്ക്, എ മാർക്ക്, ഡബിൾ എ മാർക്ക്, പിന്നെ മുക്കാ സൈസ്, കാ സൈസ് എന്നൊക്കെ ഉണ്ട്. പിന്നെ റെഡ്, വൈറ്റ്, ഗർവ എന്നൊക്കെ പറയണത്. നമ്മൾ സബോള 1000 കിലോ വിൽക്കുന്നുണ്ടെങ്കിൽ വേണ്ട കൈ 200 കിലോ ഒരു ദിവസം.
അങ്ങനെ നമ്മുടെ ഡോൺ ബോസ്കോയുടെ മുമ്പിലുള്ള കടയിലത്തെ ഹരിതയിലത്തെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമുക്കിനി പതുക്കെ വീട്ടിൽ പോയാലോ? ശ്രീകുട്ടനെ വിളിച്ചിട്ട് വേണം പോവാൻ. നീണ്ട ഇന്നത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ചവിട്ടാൻ പറ്റുമോ? വഴിപ്പണിയായ കാരണം കൊണ്ട് ഇവിടെ അടുത്തുള്ള കസിൻ്റെ വീട്ടിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് ചവിട്ടാന്നാണ് ഭാഗ്യം പറയാൻ. ഗ്രിപ്പ് കിട്ടാൻ അല്ലെങ്കിൽ വേനൽക്കാലത്ത് വഴുക്കൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പോവാല അമ്മ പോവാലിന്റെ പോലെ ഇടുന്ന ഡ്രസ്സല്ല ഇട്ട് നോക്കണു. അമ്മ എന്തൊക്കെയാ അമ്മ പഠിച്ചേ? എങ്ങനെയുണ്ട് മുറ്റം? മുറ്റം നന്നായിട്ടുണ്ട്. അത് അടിയിൽ ഒരു കൊത്തു കൊടുത്ത് നിർത്തണം കേട്ടോ അതിന്. അങ്ങനെ തന്നെ. മറ്റേ പൂക്കാവടി, നമ്മുടെ വീട്ടിലെ പൂക്കാവടിയാണത്. അതിന്റെ അടിയിൽ കുറച്ചും കൂടി വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒന്നും കൂടി ഉണ്ടാവും തോന്നുന്നു. അതങ്ങനെ കുത്തി നിർത്തണല്ലേ. ഇങ്ങനെ പൂവ് ഇത്ര കട്ടിയായിട്ട് കണ്ടിട്ടുണ്ടാവാൻ എവിടെയെങ്കിലും സൂപ്പറായിട്ടുണ്ട്. ഞാനിങ്ങനെ വെള്ളം തെറിപ്പിക്കും. വെള്ളം കോടീശ്വരൻ ഇതൊക്കെ ഇട്ടട്ടാ. ഇത്രയും ശബ്ദം ഉണ്ടാവില്ല. ഈ യോഗ ചെയ്യണവരില്ലേ ഇങ്ങനെ വെറുതെ തട്ടുള്ളൂ. അങ്ങനെ അത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ പണികളുണ്ട്. ഇനി അടുക്കള വൃത്തിയാക്കണം, നാളത്തേക്ക് ശ്രീകുട്ടാൻ്റെ ടിഫിൻ ബോക്സിനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പണികളുണ്ട്. എന്നാലും നല്ലൊരു ദിവസം ഇന്ന് കഴിഞ്ഞു. നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നല്ല ടയേർഡാണ്, എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ നാളെ കാണാം. ടാറ്റ.